ഇന്ന് നോക്കാൻ പോകുന്ന എങ്ങനെയാണ് ഒരു ഫയർവാൾ ഡിവൈസ് ഉപയോഗിച്ചിട്ട് രണ്ട് ഡിഫറെൻറ്റ് ലാനിനെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു ജുനിപ്പറിൻ്റെ XRH320 ഫയർവാളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലാബിൽ ചെയ്യാൻ പോകുന്ന ഞാൻ ഈ ഒരു ഫയർവാളിൽ രണ്ട് DHCP പൂള് ക്രിയേറ്റ് ചെയ്യും. ഒരു പൂള് അക്കൗണ്ട്സ് ലാനിന് വേണ്ടിയിട്ടും അടുത്ത പൂള് സെയിൽസ് ലാനിന് വേണ്ടിയിട്ടും. അതുപോലെ അക്കൗണ്ട്സ് ലാനിനെ GE0/0/0 എന്ന് പറയുന്ന ഇൻ്റർഫേസ് ആയിട്ട് ബൈൻഡ് ചെയ്യും. സെയിൽസ് ലാനിനെ GE0/0/1 എന്ന് പറയുന്ന ലാനായിട്ട് ഇൻ്റർഫേസ് ആയിട്ട് ബൈൻഡ് ചെയ്യും. അതിനുശേഷം ഈ ഒരു ഇൻ്റർഫേസിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസിന് അക്കൗണ്ട്സ് ലാനിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത DHCP പൂളിൽ നിന്നായിരിക്കും IP അസൈൻ ആവുക. അതുപോലെ ഈ ഒരു GE0/0/1 എന്ന് പറയുന്ന ഇൻ്റർഫേസിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസിന് സെയിൽസ് ലാനിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത DHCP പൂളിൽ നിന്നായിരിക്കും IP അസൈൻ ആവുക. ഓക്കെ, അതിനുശേഷം ഈ രണ്ട് ഡിഫറെൻറ്റ് ലാനിനെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺഫിഗറേഷനിലേക്ക് പോകുന്നുണ്ട്. റൂട്ട് ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടി പോകുന്ന അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ലാനിന് വേണ്ടിയിട്ടുള്ള DHCP പൂളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻ്റർഫേസിന് IP കൊടുക്കാം. അപ്പോൾ ഈ ഒരു GE0/0/0 എന്ന് പറയുന്ന ഇൻ്റർഫേസിന് കൊടുക്കുന്ന IP ആയിരിക്കും ഈ അക്കൗണ്ട്സ് ലാനിൽ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾക്ക് അസൈൻ ആവുന്ന ഗേറ്റ് വേ. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ GE0/0/0 എന്ന് പറയുന്ന ഇൻ്റർഫേസിന് IP കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെറ്റ് ഇൻ്റർഫേസ് G0/0 യൂണിറ്റ് 0 ഫാമിലി inet അഡ്രസ് 192.168.100.1/24. ഓക്കെ, ശേഷം ഒന്ന് കമ്മിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ G0/0 എന്ന് പറയുന്ന ഇൻ്റർഫേസിൻ്റെ അകത്തൊരു ഡീഫാൾട്ട് കോൺഫിഗറേഷൻ ഉള്ളതുകൊണ്ട് ആണ് ഈ ഒരു എറർ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിലീറ്റ് ഇൻ്റർഫേസ് G0/0 യൂണിറ്റ് 0 ഫാമിലി ഓക്കെ, തിരിച്ചൊന്ന് കമ്മിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്മിറ്റ് ചെക്ക് സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി DHCP നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ആക്സസ് അഡ്രസ് അസൈൻമെൻറ്റ് ആക്സസ് അസൈൻമെൻറ്റ് പൂള്. ഇനി നമുക്കിവിടെ പൂളിനൊരു പേര് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അക്കൗണ്ട്സ് പൂൾ ആയതുകൊണ്ട് അക്കൗണ്ട്സ് പൂൾ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അക്കൗണ്ട്സ് പൂള്. ഓക്കെ, ഫാമിലി inet നെറ്റ്വർക്ക്. ഓക്കെ, ഇനി ഇവിടെ നെറ്റ്വർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ 192.168.100.0/24. ഓക്കെ, ഇതാണ് നമ്മളെ നെറ്റ്വർക്ക് അക്കൗണ്ട്സ് പൂളിന് വേണ്ടിയിട്ടുള്ള. ഇനി ഫസ്റ്റ് തന്നെ നമുക്ക് ലോ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി സെറ്റ് ആക്സസ് അഡ്രസ് അസൈൻമെൻറ്റ് പൂള്. ഇവിടെ ഓൾറെഡി നമ്മളൊരു പൂള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അക്കൗണ്ട്സ് പൂള് ഫാമിലി inet റേഞ്ച്. ഇനി നമ്മളിവിടെ ഈ റേഞ്ചിനൊരു പേര് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് അക്കൗണ്ട്സ് റേഞ്ച് എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, അക്കൗണ്ട്സ് റേഞ്ച് ലോ. ഇവിടെയാണ് നമ്മൾ ലോ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഈ ഒരു കൊടുക്കുന്ന IP മുതലായിരിക്കും DHCP ഓട്ടോമാറ്റിക്കലി IP അസൈൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കൊരു 192.168.100.
50 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 50 കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഓൾറെഡി നമ്മൾ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്. അപ്പോൾ 0 മുതൽ ക്ലാസ് C ആയതുകൊണ്ട് തന്നെ 0 മുതൽ 255 വരെയുള്ള IP നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാനിവിടെ 50 മുതൽ കൊടുക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു DHCP പൂളിൽ നമുക്ക് സ്റ്റാറ്റിക്കായിട്ട് IP യൂസ് ചെയ്യേണ്ട ഒരുപാട് കേസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ റൗട്ടറിൻ്റെ IP ആണെങ്കിലും അതുപോലെ പല ഡിവൈസുകളുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ സ്വിച്ച് ഉണ്ടാവും, അതുപോലെ പ്രിൻറ്റേഴ്സ്, സെർവേഴ്സ്, ഇങ്ങനെയുള്ള ഡിവൈസിനൊന്നും ഓട്ടോമാറ്റിക്കലി IP ചേഞ്ച് ആവരുത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഇത്രയും IP, ഒരു 50 IP-യോളം ഇവിടെ ഒഴിച്ചു വിട്ടത്. അതിൻ്റെ ശേഷം 50 എന്നാണ് പൂള് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സെയിം ഹൈ പറഞ്ഞു കൊടുക്കണം. ഈ സെയിം ലൈനിൽ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്. റേഞ്ച് ഹൈ ഞാനൊരു 192.168.100.200 പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഇത്രയും IP മതി നമുക്ക്, ഇത്രയും ഡിവൈസുകളുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ 200 കൊടുത്തു. ഇനി നമുക്ക് ലീസ്റ്റ് ടൈം പറഞ്ഞു കൊടുക്കണം, അതായത് എത്ര ടൈമിലാണ് IP എക്സ്പയർ ആവേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സെറ്റ് ആക്സസ് അഡ്രസ് അസൈൻമെൻറ്റ് പൂള്, ഓക്കെ, അക്കൗണ്ട്സ് പൂള്, ഇനി ഫാമിലി inet DHCP ആട്രിബ്യൂട്ട്സിൽ മാക്സിമം ലീസ്റ്റ് ടൈം. അപ്പോൾ ഇവിടെ എത്ര ടൈമിൻ്റെ ഉള്ളിലാണ് നമുക്ക് IP എക്സ്പയർ ആവേണ്ടതെന്നുള്ളതാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് സെക്കൻഡ്സ് കൊടുക്കുക, അതായത് നമുക്ക് വേണ്ട ടൈമും ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഇൻഫിനിറ്റ് ആണ് കൊടുക്കുന്നത്, അതായത് എക്സ്പയർ ആവണ്ടെന്നുള്ളതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഫിനിറ്റ്. ഓക്കെ, ഇനി ഇവിടെ റൗട്ടർ IP പറഞ്ഞു കൊടുക്കണം. സെറ്റ് ആക്സസ് അഡ്രസ് അസൈൻമെൻറ്റ് പൂള്, നമ്മുടെ അക്കൗണ്ട്സ് പൂള്, ഇനി ഫാമിലി inet DHCP ആട്രിബ്യൂട്ട്സ് റൗട്ടർ. ഓക്കെ, ഇവിടെ റൗട്ടർ IP എന്ന് പറഞ്ഞാൽ ഈ ഒരു IP ആയിരിക്കും നമ്മുടെ DHCP പൂളിലുള്ള എൻ്റെ ഡിവൈസുകൾ, അതായത് DHCP പൂള് അസൈൻ ചെയ്യുന്ന IP-യിലുള്ള ഹോസ്റ്റ് ഡിവൈസുകൾ പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 192.168.100.1 ഇവിടെ നോക്കിയാൽ കാണാം. ഞാൻ ജസ്റ്റ് ഇമേജിൽ ഷോ ചെയ്യാം. ഓക്കെ, അതായത് നമ്മുടെ ഈ IP. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഗേറ്റ് വേ വരിക. അപ്പം അതുകൊണ്ട് തന്നെ 192.168.100.1 ആണ് ഇവിടെ DHCP പൂളിൻ്റെ റൗട്ടർ IP വരുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ ഒരു പൂളിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു സിംഗിൾ IP-നെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് വേറൊരു IP ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, അതുപോലെ ഒരു റേഞ്ച് ഓഫ് IP-നെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒന്നും ചെയ്യില്ല, കാരണം വെച്ചാൽ ഓൾറെഡി ഞാനൊരു 50 IP-യോളം ഇവിടെ നോക്കിയാൽ നമ്മൾ വിട്ടിട്ടുണ്ട്, അതായത് 0 മുതൽ 50 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെയിം സെർവർ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നെയിം സെർവർ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഗൂഗിളിൻ്റെ DNS ആണ് കൊടുക്കുന്നത്. ഓക്കെ, സെറ്റ് ആക്സസ് അഡ്രസ് അസൈൻമെൻറ്റ് അക്കൗണ്ട്സ് പൂള് ഫാമിലി inet DHCP ആട്രിബ്യൂട്ട്സ് നെയിം സെർവർ. ഓക്കെ, നെയിം സെർവർ ഞാനിവിടെ ഗൂഗിളിൻ്റെ DNS ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8.8.8.8 അതുപോലെ രണ്ടാമതൊരു DNS കൂടെ ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4.4. ഓക്കെ, നമ്മളിവിടെ അക്കൗണ്ട്സിന് വേണ്ടിയിട്ടുള്ള DHCP കോൺഫിഗറേഷൻ കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഇൻ്റർഫേസിനെ പൂളായിട്ട് ബൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മാത്രമേ ഈ ഒരു ഇൻ്റർഫേസ് DHCP സർവീസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് സിസ്റ്റം സർവീസസ് DHCP ലോക്കൽ സെർവർ ഗ്രൂപ്പ്. ഇവിടെ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം.
ഗ്രൂപ്പിന് ഞാൻ അക്കൗണ്ട്സ് ഗ്രൂപ്പ് എന്നാണ് പേര് കൊടുക്കണേ. ഓക്കെ, അക്കൗണ്ട് ഗ്രൂപ്പ്. ഇനി നമുക്ക് ഇൻ്റർഫേസിനെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇൻ്റർഫേസ് G0/0. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിനെ DHCP, ഈ ഒരു അക്കൗണ്ട് DHCPക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇൻ്റർഫേസ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു സെക്യൂരിറ്റി സോണിലേക്ക് അസൈൻ ചെയ്യണം ഈ ഇൻ്റർഫേസിന്. അതുപോലെ നമുക്ക് വേണ്ട ഹോസ്റ്റ് ഇൻബൗണ്ട് ട്രാഫിക്കിന് അലോ ചെയ്യണം. ഓക്കെ, അതെന്തിനാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇമേജിൽ ഇപ്പോൾ ഒരു ബൈ ഡിഫോൾട്ട് ജുനിപ്പർ ഫയർവാളിൻ്റെ ഇൻ്റർഫേസ് ഒരിക്കലും ട്രാഫിക്കിന് അലോ ചെയ്യൂല. അതിനൊരു സെക്യൂരിറ്റി സോണിൽ അലോ ചെയ്താൽ മാത്രമേ ട്രാഫിക് ഫോർവേഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് സെക്യൂരിറ്റി സോൺ ട്രസ്റ്റ്. ഞാനിത് രണ്ടിനെയും ട്രസ്റ്റ് സോണിലാണ് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് കാരണം നമ്മൾ ട്രസ്റ്റഡ് ലാൻഡ് നെറ്റ്വർക്ക് ആയതുകൊണ്ട് ട്രസ്റ്റ് ഇൻ്റർഫേസ് G0/0. ഓക്കെ, ഇനി ഹോസ്റ്റ് ഇൻബൗണ്ട് ട്രാഫിക്കിൽ നമ്മൾ സിസ്റ്റം സർവീസസ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ വേണ്ട സർവീസസ് പറഞ്ഞു കൊടുക്കാം. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഫസ്റ്റ് തന്നെ ഓൾ എന്ന് കാണിക്കുന്നുണ്ട്. ഓൾ എന്ന് പറഞ്ഞാൽ ഓൾ സിസ്റ്റം സർവീസിന് അലോ ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഓൾ വേണ്ട, നമുക്കിവിടെ 2 സർവീസ് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഒന്ന് DHCP സർവീസും പിന്നെ അതുപോലെ ഒന്ന് പിങ്ങും. ഈ 2 സർവീസ് മാത്രമേ ഞാൻ ഈ ഒരു അലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിസ്റ്റം സർവീസസ് DHCP, അതുപോലെ സെയിം കമാൻഡ് ഞാൻ ഒന്നുകൂടെ എഡിറ്റ് ചെയ്യുന്നുണ്ട്, പിങ്. നമ്മൾ 2 സർവീസ് എനേബിൾ ചെയ്ത് പിങ്ങും അതുപോലെ DHCPയും. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കമ്മിറ്റ് ചെക്ക് കൊടുക്കുന്നുണ്ട്, കാരണം ഈ ഒരു പൂളിന് വേണ്ടിയിട്ടുള്ള എല്ലാ കോൺഫിഗറേഷനും കഴിഞ്ഞിട്ടുണ്ട്. എറർ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കമ്മിറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ ഒരു G0/0/0 എന്ന് പറയുന്ന ഇൻ്റർഫേസിന് ഓൾറെഡി ഒരു വേറെ സോണിൽ അസൈൻ ആയിട്ടുണ്ടെന്നാണ് ഇവിടെ എററിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷോ സെക്യൂരിറ്റി സോൺ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം 2 സോൺസ്, അതായത് ഒന്ന് ട്രസ്റ്റും മറ്റൊന്ന് അൺട്രസ്റ്റും. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ ഈ സോണിലാണ് നമ്മുടെ ഇൻ്റർഫേസിന് അസൈൻ ചെയ്ത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഓൾറെഡി അൺട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സോണിലൂടെ ഡീഫോൾട്ട് ആയിട്ടുള്ള കോൺഫിഗറേഷനാണ്. ഈ ഒരു സോണിലൂടെ ഈ ഇൻ്റർഫേസ് അസൈൻ ആയിട്ടുണ്ട്. സോറി, ആ ഒരു ഇൻ്റർഫേസിനെ ഈ ഒരു അൺട്രസ്റ്റ് സോണിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിലീറ്റ് സെക്യൂരിറ്റി സോൺ അൺട്രസ്റ്റ്. ഇനി ഇൻ്റർഫേസ് G0/0. ഓക്കെ, ഇനി നമുക്കൊന്ന് കമ്മിറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എറർ സോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലാനിന് വേണ്ടിയിട്ട്, അതായത് സെയിൽസ് ലാനിന് വേണ്ടിയിട്ടുള്ള DHCP പൂള് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഇൻ്റർഫേസിലേക്ക് ബൈൻഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇൻ്റർഫേസിന് IP കൊടുക്കണം. അതായത് ഈ ഒരു G0/0/1 എന്ന് പറയുന്ന ഇൻ്റർഫേസിന് ഈ ഒരു IP കൊടുക്കണം. സെറ്റ് ഇൻ്റർഫേസ് G0/1 യൂണിറ്റ് 0 ഫാമിലി inet അഡ്രസ് 192.168.200.1/24. ജസ്റ്റ് ഒന്ന് കമ്മിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്മിറ്റ് ചെക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എറർ കാണിച്ചിട്ടുണ്ട്. ഈ എറർ എന്താണെന്ന് വെച്ചാൽ ഡിഫോൾട്ട് ആ ഒരു ഇൻ്റർഫേസ് G0/0/1 എന്ന് പറയുന്ന ഇൻ്റർഫേസ് സ്വിച്ചിങ് മൂഡിലാണുള്ളത്. അതായത് ഒരു L2 ഫീച്ചറായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് IP അസൈൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ സ്വിച്ചിങ് മാറ്റി inet ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഡിലീറ്റ് ഇൻ്റർഫേസ് G0/1 യൂണിറ്റ് 0 ഫാമിലി ഇഥർനെറ്റ് സ്വിച്ചിങ്. ഓക്കെ, ഇനി ഒന്ന് കമ്മിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്മിറ്റ് ചെക്ക്. ഓക്കെ, അപ്പോൾ എറർ സോൾവ് ആയിട്ടുണ്ട്. ഇനി സെയിൽസ് പൂളിന് വേണ്ടിയിട്ടുള്ള DHCP പൂൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ആക്സസ് അഡ്രസ് അസൈൻമെൻറ്റ് പൂള്. ഓക്കെ, ഇനി പൂളിന് പേര് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ സെയിൽസ് എന്നാണ്, സെയിൽസ് പൂള്. ഓക്കെ, പൂളിൻ്റെ പേര് ഞാൻ സെയിൽസ് പൂൾ എന്നാണ് കൊടുക്കുന്നത്. ഈ ഫാമിലി ഐനെറ്റ് നെറ്റ്വർക്ക് ഫസ്റ്റ് നെറ്റ്വർക്ക്. ഓക്കെ, നെറ്റ്വർക്ക് 192.168.200.0/24. ഓക്കെ, ഇനി ലോ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ആക്സസ് അഡ്രസ് അസൈൻമെൻറ്റ് പൂള്. ഇനി പൂൾ നെയിം ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സെയിൽസ് പൂള്. ഫാമിലി ഐനെറ്റ് റേഞ്ച്. ഓക്കെ, ഇനി ഇവിടെ റേഞ്ചിനൊരു പേര് കൊടുക്കണം. അപ്പോൾ സെയിൽസ് റേഞ്ച് എന്ന് തന്നെ പേര് കൊടുക്കാം. ഓക്കെ, സെയിൽസ് റേഞ്ച് ലോ. ഫസ്റ്റ് ലോ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 192.168.200.50, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന IP ആണത്. സെയിം ലൈൻ തന്നെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ലോ മാറ്റിയിട്ട് ഹൈ. ഓക്കെ, ഹൈ ഞാനിവിടെ 200 ആണ് കൊടുക്കുന്നത്. 192.168.200.200. ഓക്കെ, ഇനി റൗട്ടർ IP പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ആക്സസ് അഡ്രസ് അസൈൻമെൻറ്റ് പൂള് സെയിൽസ് പൂള് ഫാമിലി ഐനെറ്റ് DHCP ആട്രിബ്യൂട്ട്സ് റൗട്ടർ. അപ്പോൾ റൗട്ടറിൻ്റെ IP യുടെ 192.168.200.1, അതായത് ഈ ഒരു IP ആയിരിക്കും ഈ ഒരു DHCP പൂളിലുള്ള ഡിവൈസുകൾ പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷന് കോൺടാക്റ്റ് ചെയ്യാം. അപ്പം ഓക്കെ, റൗട്ടർ IP പറഞ്ഞു കൊടുത്ത്. ഇനി അതുപോലെ നെയിം സെർവർ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നെയിം സെർവർ സെറ്റ് ആക്സസ് അഡ്രസ് അസൈൻമെൻറ്റ് പൂള് സെയിൽസ് പൂള് ഫാമിലി ഐനെറ്റ് DHCP ആട്രിബ്യൂട്ട്സ് നെയിം സെർവർ. ഞാനിവിടെ ഗൂഗിളിൻ്റെ നെയിം സെർവർ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് രണ്ട് പൂളിനും. അതുപോലെ ഒന്നുകൂടെ എഡിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ 4.4. ഓക്കെ, അപ്പോൾ നമ്മുടെ പൂൾ ക്രിയേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളത് ഈ ഒരു ക്രിയേറ്റ് ചെയ്ത പൂളിനെ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് ബൈൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഒരു ഇൻ്റർഫേസ് DHCP പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് സിസ്റ്റം സർവീസസ് DHCP ലോക്കൽ സെർവർ. ഇനി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഗ്രൂപ്പ് ഞാനിവിടെ സെയിൽസ് ഗ്രൂപ്പ് എന്ന് തന്നെയാണ് പേര് കൊടുക്കുന്നത്. ഓക്കെ, സെയിൽസ് ഗ്രൂപ്പ്. സെയിൽസ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇൻ്റർഫേസ് പറഞ്ഞു കൊടുക്കാം. ഇൻ്റർഫേസ് G0/1. ഓക്കെ, അതായത് ഈ സെയിൽസിലെ DHCP പൂളിന് നമ്മൾ ഇൻ്റർഫേസ് 1 ആയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. ശേഷം നമുക്ക് ഒരു DHCP സോണിൽ അസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് സെക്യൂരിറ്റി സോൺ ട്രസ്റ്റ് ഇൻ്റർഫേസ്
G0/1 host inbound traffic system services. ഞാനിവിടെ DHCP പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് അറിയാം ഇവിടെ നമുക്ക് എല്ലാ സർവീസും ഒരുമിച്ച് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സർവീസ് മാത്രം കൊടുക്കാം. ഞാനിവിടെ ആവശ്യമുള്ള സർവീസ് മാത്രമാണ് കൊടുക്കുന്നത്. DHCP കൊടുക്കുന്നുണ്ട്, അതുപോലെ പിങ് സർവീസും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സർവീസ് അതായത് ഇങ്ങനെ സോണിൽ അസൈൻ ചെയ്താൽ മാത്രമേ ഒരു ജുനിപ്പർ ഫയർവാൾ ഇൻ്റർഫേസ് ട്രാഫിക്കിന് അലോ ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ഒന്ന് കമ്മിറ്റ് ചെക്ക് ചെയ്യുക. കമ്മിറ്റ് ചെക്ക്. അപ്പോൾ നമ്മളെ കോൺഫിഗറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഫുൾ കോൺഫിഗറേഷൻ ഒന്ന് ഷോ ചെയ്യാം. നമ്മളിതുവരെ ഷോ പൈപ്പ്ലൈൻ ഡിസ്പ്ലേ സെറ്റ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മുടെ DHCP സെർവറിനെ ബൈൻഡ് ചെയ്ത ഇൻ്റർഫേസിനെ കാണിക്കുന്നുണ്ട്. G0/0 നമ്മൾ അക്കൗണ്ട്സ് ലാൻ നെയിം ബൈൻഡ് ചെയ്ത്, അതുപോലെ സെയിൽസ് G0/0/1 ബൈൻഡ് ചെയ്ത്, പിന്നെ അതുപോലെ ഇവിടെ നോക്കിയാൽ കാണാം സെക്യൂരിറ്റി സോൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്യൂരിറ്റി സോണ് കാണാം. ഈ ഒരു സോണ് നമ്മൾ G0/0/0 എന്ന് പറയുന്ന ഇൻ്റർഫേസിനെ അസൈൻ ചെയ്ത സോണാണ്, അതായത് ട്രസ്റ്റ് സോണ്. ഈ ട്രസ്റ്റ് സോണിൽ നമ്മൾ 2 സർവീസാണ് കൊടുത്തത്, ഒന്ന് DHCP, ഒന്ന് പിങ്ങും മാത്രം. അതുപോലെ 1 എന്ന് പറയുന്ന ഇൻ്റർഫേസിന് നമ്മൾ ട്രസ്റ്റ് സോണിലാണ് അസൈൻ ചെയ്ത്. അതുപോലെ ഈ ഇൻ്റർഫേസിലും സെയിം DHCP അതുപോലെ പിങ്ങും മാത്രം അലോ ചെയ്തിട്ടുള്ളൂ. ഇനിയുള്ളതാണ് നമ്മുടെ ഇൻ്റർഫേസിന് കൊടുത്ത IP. ഇവിടെ നോക്കിയാൽ കാണാം 2 ഇൻ്റർഫേസിനും കൊടുത്ത IP കാണിക്കുന്നുണ്ട്. അതായത് G0/0/0ക്ക് 192.168.100.1 എന്ന് പറഞ്ഞ IP കൊടുത്തിട്ടുണ്ട്, അതുകൂടെ കാണിക്കുന്നുണ്ട്. G0/0/1 എന്ന് പറയുന്ന ഇൻ്റർഫേസിന് 192.168.200.1 എന്ന് പറഞ്ഞ IP കൊടുത്തിട്ടുണ്ട്, അതുകൂടെ കാണിക്കുന്നുണ്ട്. ഇനി ഓക്കെ, അപ്പോൾ ഇവിടെ DHCP പൂള് കാണിക്കുന്നുണ്ട്, അതായത് നമ്മൾ അക്കൗണ്ട്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത പൂളും അതുപോലെ സെയിൽസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത പൂളും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ നെറ്റ്വർക്ക് കാണിക്കുന്നുണ്ട്. 192.168.100.0 ആണ് നമ്മുടെ അക്കൗണ്ട്സിൻ്റെ നെറ്റ്വർക്ക് വരുന്നത്. അതുപോലെ അക്കൗണ്ട്സിൻ്റെ പൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 50 മുതലാണ്, പൂൾ എൻഡ് ചെയ്യുന്നത് 200 ആണ്. അപ്പോൾ ഈ ഒരു 50ക്കും 200നും ഇടയിലുള്ള അത്രയും IP മാത്രമേ DHCP ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്യുള്ളൂ. നമ്മൾ ഈ 0 മുതൽ 50 വരെയുള്ള IP വിട്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് IP സ്റ്റാറ്റിക് ആയിട്ട് വേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിട്ടത്. ചിലപ്പോൾ പല സ്വിച്ചസ് ആയാലും പല എൻഡ് ഡിവൈസുകൾക്കും വേണ്ടിയിട്ട് സ്റ്റാറ്റിക്കായിട്ട് IP കൊടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും IP നമ്മൾ ഗ്യാപ്പ് വിട്ടത്. ഇനി ലീസ് ടൈം കാണിക്കുന്നുണ്ട്. ലീസ് ടൈം ഇൻഫിനിറ്റ് ആണ് കാണിക്കുന്നത്, അതായത് ഈ IP DHCP വഴി അസൈൻ ചെയ്യുന്ന IP എക്സ്പയർ ആവേണ്ട ടൈമാണ് ഈ ലീസ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇൻഫിനിറ്റ് ആണ് കൊടുത്തത്, അതായത് നമുക്ക് എക്സ്പയർ ആവേണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ നെയിം സെർവർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ 2 ഗൂഗിളിൻ്റെ DNS ആണ് കൊടുത്തത്. പിന്നെ അതുപോലെ ഈ ഒരു പൂളിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു സിംഗിൾ IP-നെ വേണമെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് IP-നെ വേണമെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യാനൊക്കെ പറ്റും. ഞാനിവിടെ ജസ്റ്റ് നമ്മളൊരു 50 വരെയുള്ള IP വിട്ടുകൊണ്ട് തന്നെ അങ്ങനെ കൊടുത്തിട്ടില്ല. ഇനി റൗട്ടർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാമിലി പൂളിൻ്റെ റൗട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തത് 192.168.100.1, അതായത് നമ്മുടെ ഈ ഒരു ഇൻ്റർഫേസിൻ്റെ IP, അതായത് ഈ 192.168.100.0 എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ ഏതൊരു IP-യും പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി ഈ ഒരു റൗട്ടർ IP-നെ ആണ് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ റൗട്ടർ IP. അതുപോലെ തന്നെ നമ്മൾ സെയിൽസ് പൂളിന് 192.168.200. എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് കൊടുത്ത് /24, പിന്നെ അതുപോലെ ലോ IP പറഞ്ഞു കൊടുത്ത്, എൻഡ് IP പറഞ്ഞു കൊടുത്ത്, ലീസ് ടൈം, അതുപോലെ DNS കൊടുത്ത്, പിന്നെ നമ്മൾ റൗട്ടർ IP, അതായത് ഈ ഒരു സെയിൽസ് പൂളിൽ നിന്നുള്ള ഏതൊരു ഡിവൈസും പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷന് ഈ ഒരു IP-നെയാണ് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ കോൺഫിഗറേഷൻ. ഇനി ഞാൻ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഈ ഒരു പോർട്ടിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് DHCP വഴി IP അസൈൻ ആയതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടറിൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് ഒന്ന് എടുക്കുന്നുണ്ട്. ഇനി IP config. ഓക്കെ,
അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഓട്ടോമാറ്റിക്കലി നമുക്ക് IP അസൈൻ ആയിട്ടുണ്ട്. 192.168.100.50 എന്ന് പറയുന്ന IP അസൈൻ ആയിട്ടുണ്ട്. അതുപോലെ 192.168.100.1 എന്ന് പറഞ്ഞ ഗേറ്റ് വേ മാസ്ക് എല്ലാം അസൈൻ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പിങ് ചെയ്യുന്നുണ്ട്, അതായത് ഈ ഒരു ഗേറ്റ് വേയിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കമ്പ്യൂട്ടറിൽ നിന്നിട്ട് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് പിങ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിങ് 192.168.100.1 ഓക്കെ റീച്ച് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ ഞാൻ ഈ സെയിം കമ്പ്യൂട്ടർ, ഞാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഈ ഒരു പോർട്ടിൽ നിന്ന് അഴിച്ചിട്ട് ഈ ഒരു ഇൻ്റർഫേസിൽ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ ഈ ഒരു ഇൻ്റർഫേസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സെയിം കമ്പ്യൂട്ടർ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ IP കോൺഫിഗ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ സെയിൽസിൻ്റെ പൂളിൽ നിന്നാണ് IP അസൈൻ ആയിട്ടുള്ളത്. നേരത്തെ നോക്കിയാൽ കാണാം നമ്മൾ അക്കൗണ്ട്സിൻ്റെ പൂളിൽ നിന്നായിരുന്നു നമുക്ക് IP അസൈൻ ആയത്. ഞാൻ ഇൻ്റർഫേസ് മാറ്റി കണക്ട് ചെയ്തപ്പോൾ സെയിൽസിൻ്റെ പൂളിൽ നിന്നാണ്. ഇനി ഞാനൊന്ന് പിങ് ചെയ്യാം ആ ഒരു ഇൻ്റർഫേസിലേക്ക്. പിങ് 192.168.200.1 ഓക്കെ, അപ്പോൾ റീച്ച് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സെയിം കമ്പ്യൂട്ടർ തന്നെയാണ് ഞാൻ രണ്ട് ഇൻ്റർഫേസിലും മാറ്റി കണക്ട് ചെയ്ത്. ഇനി ഞാൻ ഈ ഒരു ഇൻ്റർഫേസിൽ ഈ ഒരു PC കണക്ട് ചെയ്യും. ശേഷം ഈ ഒരു ഇൻ്റർഫേസിൽ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് കണക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ അസൈൻ ആവുന്ന IP എന്ന് പറഞ്ഞാൽ 192.168.100.50 എന്ന് പറഞ്ഞ IP ആയിരിക്കും ഓട്ടോമാറ്റിക്കലി അസൈൻ ആവുക. കാരണം നമ്മൾ പൂളിൻ്റെ സ്റ്റാർട്ട് IP അതാ കൊടുത്തല്ലോ. ശേഷം നമുക്ക് ഈ ഒരു PC-യിൽ നിന്നുകൊണ്ട് ഈ ഒരു PC-യിലേക്ക് പിങ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഇൻ്റർഫേസിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു PC കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻ്റർഫേസിൽ എൻ്റെ ഒരു ലാപ്ടോപ്പും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കമാൻഡ് പ്രോംപ്റ്റ് പോയിട്ട് നമുക്കൊന്ന് IP കോൺഫിഗ് അടിക്കാം. IP കോൺഫിഗ് ഓക്കെ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മൾ പറഞ്ഞ 192.168.100.50 എന്ന് പറഞ്ഞ IP എടുത്തിട്ടുണ്ട്. അതുപോലെ ഗേറ്റ് വേ എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു PC ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ഇനി എൻ്റെ ഈ ഒരു PC-ക്ക്, അതായത് ഞാൻ ലാപ്ടോപ്പാണ് കണക്ട് ചെയ്ത്, ഈ ഒരു PC-ക്കും ഈ ഒരു സെയിം IP തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു PC-യിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു നെറ്റ്വർക്കിലേക്ക് ചെക്ക് ചെയ്ത് നോക്കാം പിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിങ് 192.168.200. ഫസ്റ്റ് ഞാൻ അതിൻ്റെ ഗേറ്റ് വേയിലേക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, അതായത് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു PC-ന്ന് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് G0/0/1 എന്ന് പറഞ്ഞ ഇൻ്റർഫേസിലേക്ക് ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം. എന്തായാലും റീച്ചബിലിറ്റി ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നതെന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഓക്കെ. ഇപ്പോൾ ഈ ഒരു 100.1 എന്ന് പറയുന്നതാണ് നമ്മളെ നെറ്റ്വർക്ക്. ഇവിടുന്ന് 200.1 എന്ന് പറയുന്ന ഈ ഒരു അടുത്ത നെറ്റ്വർക്കിലേക്ക് നമുക്ക് റീച്ച് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ IP വരുന്നത്, ആ സിസ്റ്റത്തിൻ്റെ IP വരുന്നത് 50 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്കും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫയർവാൾ യൂസ് ചെയ്തിട്ട്, ജുനിപ്പറിൻ്റെ ഫയർവാൾ യൂസ് ചെയ്തിട്ട് രണ്ട് ലാനിനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഫയർവാൾ ഡിവൈസിൻ്റെ അകത്ത് രണ്ട് പൂള് ക്രിയേറ്റ് ചെയ്ത്, അതായത് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ലാനിന് വേണ്ടിയിട്ട് ഒരു DHCP പൂള് ക്രിയേറ്റ് ചെയ്ത്, ആ പൂളിൻ്റെ അകത്ത് നമ്മൾ ലോ ഹൈ, അതുപോലെ റൗട്ടർ IP, അതുപോലെ ലീസ് ടൈം, DNS ഇതെല്ലാം പറഞ്ഞു കൊടുത്ത്, പിന്നെ സെയിൽസ് എന്ന് പറഞ്ഞ ലാനിന് വേണ്ടിയിട്ട് വേറൊരു പൂള് ക്രിയേറ്റ് ചെയ്ത്, ആ പൂളിൻ്റെ അകത്ത് അതുപോലെ ലോ ഹൈ, അതുപോലെ റൗട്ടർ IP, ലീസ് ടൈം എല്ലാം പറഞ്ഞു കൊടുത്ത്, DNS ഒക്കെ പറഞ്ഞു കൊടുത്ത്, പിന്നെ ഓരോ പൂളിനെ, അതായത് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ പൂളിനെ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ബൈൻഡ് ചെയ്ത്, സെയിൽസ് എന്ന് പറഞ്ഞ DHCP പൂളിനെ ഈ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ബൈൻഡ് ചെയ്ത്, ഓക്കെ, അതായത് ഒരു ലോക്കൽ സെർവർ ക്രിയേറ്റ് ചെയ്ത്. പിന്നെ അതുപോലെ നമ്മൾ രണ്ട് ഇൻ്റർഫേസിനെ ഒരു സെക്യൂരിറ്റി സോണിലേക്ക് അസൈൻ ചെയ്ത്, അതായത് ഇത് ലോക്കൽ ലാൻ ആയതുകൊണ്ട് തന്നെ ട്രസ്റ്റ് സോണിലേക്കാണ് അസൈൻ ചെയ്ത്, രണ്ട് ഇൻ്റർഫേസിനെ ട്രസ്റ്റ് സോണിലേക്ക് അസൈൻ ചെയ്ത് നമുക്ക് വേണ്ട ഹോസ്റ്റ് ഇൻബൗണ്ട് ട്രാഫിക് എല്ലാം പറഞ്ഞു കൊടുത്ത്. ഓക്കെ, അപ്പോൾ അത്രയാണെന്ന് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് ലാനിനെ ഒരു ഫയർവാൾ ഡിവൈസ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു.